ഹായ് SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണ് നിങ്ങളോട് ജെന്യുവൻ ആയിട്ടുള്ളൊരു സ്നേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണത് മനസ്സിലാക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. മീൻസ് യഥാർത്ഥമായ സ്നേഹം നിങ്ങളോട് ഉണ്ടായിരിക്കില്ല. അതേസമയം ആ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടമാവുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് തീരെ വിലയില്ലാത്തതുപോലെയൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് അവരുടെ സ്നേഹം ജെന്യുവൻ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാനായിട്ട് കഴിയുക എന്നുള്ളത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, പ്ലീസ് സ്റ്റേ ഇൻ മൈ ലൈഫ്. ഇത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അതായത് അവരോട് എന്നെ വിട്ട് പോവരുത്, എൻ്റെ ലൈഫിൽ നിൽക്കൂ, മീൻസ് എൻ്റെ കൂടെ തന്നെ നിൽക്കൂ എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും പറയേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇത് നമ്മൾ പറയുന്നത് അവർ നമ്മളെ വിട്ടു പോകുമോ എന്നൊരു പേടി വരുന്ന സമയത്താണ്. അതായത് റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ പറയേണ്ടി വരിക. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നിങ്ങൾ തന്നെ ആയിരിക്കും ഇങ്ങനെ പറയുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ പേടി ഉണ്ടായിരിക്കാം, ആ പേഴ്സൺ എന്നെ വിട്ട് പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. ആ പേടി കൊണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. അവർ തിരിച്ച് നിങ്ങളുടെ അടുത്ത് ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നത് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ അവരുടെ പുറകെ നിങ്ങൾ പോകുന്ന സമയത്ത് ഒന്ന് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. അതേസമയം ആ പേഴ്സണ് നിങ്ങളോട് താല്പര്യമില്ല, അതുകൊണ്ടാണ് അവർ നിങ്ങളോട് പറയാതിരിക്കുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് ചെന്നിട്ട് എൻ്റെ ലൈഫിൽ സ്റ്റേ ചെയ്യൂ, മീൻസ് പ്ലീസ് സ്റ്റേ ഇൻ മൈ ലൈഫ് എന്നുള്ളത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് നിങ്ങളോടുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമല്ല എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മുടെ രണ്ടാമത്തെ ഒരു സൈൻ എന്ന് പറയുന്നത്, ഐ എം സോറി എന്നുള്ള കാര്യം നിങ്ങൾക്ക് അങ്ങോട്ട് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഐ എം സോറി എന്നുള്ളത് നിങ്ങൾക്ക് എപ്പോഴും അങ്ങോട്ട് പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. മേ ബി തെറ്റ് നിങ്ങളുടെ ഭാഗത്തായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തായിരിക്കാം. ഇങ്ങനെ ആരുടെ ഭാഗത്താണെങ്കിലും, അതായത് അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് സോറി പറയേണ്ടതായിട്ട് വരുന്നുണ്ടാവാം. സോ ഇത്തരത്തിൽ എന്ത് പ്രശ്നം വരുമ്പോഴും അങ്ങോട്ട് ചെന്ന് നിങ്ങൾ തന്നെ ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്, ആ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കേണ്ടതായിട്ട് എപ്പോഴും വരുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് അതിനുവേണ്ടി അവർ മുൻകൈ എടുക്കുന്നില്ല. നേരെ ആയാൽ നേരെ കുഴപ്പമില്ല, അങ്ങോട്ട് പോവാം, എങ്ങനെയൊക്കെ മുന്നോട്ട് പോവാം. അതല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിലായിരിക്കും അവർ നിൽക്കുന്നുണ്ടാവുക. സോ ഇത്തരത്തിൽ എന്ത് പ്രശ്നം സംഭവിച്ചാലും, ആരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് അവരോട് ചെന്ന് സോറി പറയേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, അവർക്ക് നിങ്ങളോടുള്ളത് ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമല്ല. അതേപോലെ ഈ റിലേഷൻഷിപ്പ് നിലനിർത്തേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ് റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നമ്മുടെ തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ നീ പറ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് അവരോട് ചോദിക്കേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പറയേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന സമയത്തും അവരോട് ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ടായിരിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ അവർ പറയുന്ന കാര്യം മാത്രമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഇത് നിങ്ങൾ അവരോട് പറയുന്നുണ്ടാവും എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ മുമ്പേ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങളിൽ അവർ നിങ്ങളെ ചോദ്യം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ പേരിൽ വഴക്കുണ്ടാവുക ചെയ്തിട്ടുണ്ടാവാം. സോ അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു പേടി, അതായത് ഇനിയിപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഇവർ എന്നെ വിട്ട് പോകുമോ, എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോവുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടി നമുക്ക് ഉണ്ടാവും. സോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും അവർ നമ്മളെ വിട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ അവരുടെ താഴെ ഇരിക്കുന്ന പോലെ, അതായത് അവരുടെ കീഴിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്നൊരു തോന്നൽ അവരിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടാവുക. അതായത് നീ പറയുന്നത് എന്തും ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറയൂ, അത് ഞാൻ ചെയ്യാം എന്ന് പറയുന്ന സമയത്ത് അവർ ഓർഡർ ചെയ്യുന്നു, നമ്മളത് ചെയ്യുന്നു എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. സോ നമ്മളുടെ കാര്യങ്ങൾ അവരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് എൻ്റെ കാര്യങ്ങൾ നീ തീരുമാനിച്ചോളൂ എന്നുള്ള ആ ഒരു അനുവാദം നമ്മൾ അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ അടിമയായി പോകാൻ മാത്രമാണ് ചെയ്യുന്നത്. ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ ഒരു നേട്ടമോ അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനോ കഴിയില്ല എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾക്ക് അവരോട് പറയേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ, അതേപോലെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും അവരുടെ അനുവാദം ചോദിക്കേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിലും അത് അവരുടെ സ്നേഹം ജെന്യുവൻ അല്ല എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു സൈനാണ്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 3 സൈനുകൾ നോക്കിയിട്ട് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ ഏത് രീതിയിലാണ്, അവർ ജെന്യുവൻ ആയിട്ടാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കുകയാണോ എന്നുള്ളത്. അങ്ങനെ ജെന്യുവൻ ആണ് എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷെ അങ്ങനെയല്ല, ഈ രീതിയിലൊക്കെയാണ് അവരുടെ പെരുമാറ്റം എന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് കൊണ്ട് നിങ്ങൾ വേണ്ടാന്ന് വെക്കുക, അല്ലെങ്കിൽ ഇതിന്റെ പേരിൽ നിങ്ങൾ മീൻസ് എന്നോട് ദേഷ്യം വരിക, അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത് വേണ്ട എന്ന് വെക്കുക എന്നുള്ളതാണ്. കാരണം ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വാല്യൂ നല്ല രീതിയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളോട് വാല്യൂ ഇല്ലാത്ത ഒരാൾ ഒരിക്കലും നമ്മളെ സ്നേഹിക്കില്ല. അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് നിലനിൽക്കാനും പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ള തീരുമാനം നിങ്ങളുടേതാണ്. അപ്പോൾ എല്ലാ റിലേഷൻഷിപ്പുകളും നല്ല രീതിയിൽ ജെന്യൂൻ ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്